അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ബ്ലെൻഡറിൻ്റെ ഇൻ്റർഫേസിലേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ബ്ലെൻഡറിൻ്റെ ഇൻ്റർഫേസ് റിയലി കൺഫ്യൂസിങ് ആണ്. ഒരുപാട് ടാബുകളും അതുപോലെ തന്നെ ഒരുപാട് സെറ്റിങ്സുകളും ഒരുപാട് വരയും അത്തരത്തിലുള്ള സംഭവങ്ങളുള്ളതായതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. സോ ബേസിക്കലി നമ്മൾ ബ്ലെൻഡർ വരുമ്പോൾ ഇതുപോലൊരു സീനായിരിക്കും വരുന്നത്. ബേസിക്കലി 2.93 ഇന്നലെ മെനിങ്ങാന്ന് റിലീസായിട്ടുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ എനിക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു സീൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാതിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്ലെൻഡറിൻ്റെ ഈ ഒരു നമ്മൾ സ്പ്ലാഷ് സ്ക്രീൻ എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു സ്പ്ലാഷ് സ്ക്രീൻ നമ്മൾ കളയാനായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, പോയി. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾക്കൊരു 2 വരയും കാണാം. ഇതെന്താണ്, ഇതൊരു ക്യൂബാണെന്ന് മനസ്സിലായി. ഇതൊരു സ്ക്വയർ ആണെന്നല്ലേ നിങ്ങൾക്ക് ചിന്തിക്കാം. ഓക്കെ, അപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുന്ന ഓരോ ബട്ടൺസും നിങ്ങൾക്ക് ഇതാ ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അത് നോക്കി ചെയ്യാം. അപ്പോൾ ഈ ഒന്നിൽ നമ്മളിവിടെ കുറേ ടാബൊക്കെ ഉണ്ട്. ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇപ്പം ഇതൊക്കെ നമ്മൾ വഴിയെ പറഞ്ഞു പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്യൂബുണ്ട്. ഇവിടെ 2 വര എന്തെന്നാണ് നമുക്കറിയില്ല. ഒരു ചുവപ്പ് വര, ഇത് വര. ഈ ചുവപ്പ് വരയെ നമ്മൾ പറയുന്നത് എക്സ് ആക്സിസ് എന്നും ഈ ഗ്രീൻ വരയെ നമ്മൾ വൈ ആക്സിസ് എന്നും ഇനി ഒരു നീല വരയും കൂടെ ഉണ്ട്, അതിനെ നമ്മൾ ഇസഡ് ആക്സിസ് എന്നും വിളിക്കുന്നു. അപ്പം 3 ആക്സിസുകളാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. മറ്റൊരു 3 ഡയമെൻഷനിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്ന നാവിഗേഷനാണ്. ബേസിക്കലി ബ്ലെൻഡറിനെ പറ്റി അധികം മനസ്സിലാക്കുന്ന വീഡിയോസിന് വരുന്നതാണ്. അപ്പോൾ നാവിഗേഷൻ എന്ന് പറയുന്നത് ബ്ലെൻഡറിൻ്റെ വ്യൂ പോർട്ട്. ഇതാണ് വ്യൂ പോർട്ട്. ഈ വരുന്ന ഈ ഒരു ബ്ലാക്ക് സ്ക്രീൻ ഉണ്ടല്ലോ, ഇതാണ് വ്യൂ പോർട്ട്. ഇതൊക്കെ നിങ്ങൾ നോക്കണ്ട, ഇതൊന്നും നോക്കണ്ട, ഇതൊക്കെ നമുക്ക് വഴിയെ പറഞ്ഞു പോകാം. അപ്പോൾ ഈ ഒരു വ്യൂ പോർട്ടിൽ നമുക്ക് നാവിഗേറ്റ് ചെയ്യണം, അതായത് നമുക്ക് മൂവ് ചെയ്യണം, നമുക്ക് അതിൻ്റെ കൂടെ നീങ്ങണം. അതിനായിട്ട് നിങ്ങൾ മൗസിൽ കുറച്ച് ടൂളുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. മൗസിലെ കുറച്ച് ടൂളുകൾ, നിങ്ങൾ നോർമൽ മൗസ് ആയിരിക്കും, അതിലെ ലെഫ്റ്റ് ബട്ടൺ ഉണ്ടാവും, റൈറ്റ് ബട്ടൺ ഉണ്ടായിരിക്കും, മിഡിൽ ബട്ടൺ ഉണ്ടായിരിക്കും, വേറൊരു ബട്ടൺ ആവശ്യമില്ല. അപ്പോൾ ഒരു ബേസിക് മൗസിൽ ഇത്രയും ബട്ടൺസാണ് ഉള്ളത്. ഇതിൽ നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന മൗസ് നോക്കുക. ഈ ഒരു മൗസിൽ നിങ്ങൾക്ക് ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോകുന്ന ആദ്യ കീ മൗസ് ബട്ടൺ, അതായത് നമ്മുടെ സ്ക്രോൾ വീലാണ്. സ്ക്രോൾ ചെയ്യുക, അതായത് സ്ക്രോൾ വീലിനെ അപ്പ്, അതായത് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. അങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മൗസ് വീൽ അപ്പ്, അതായത് ആ വീലിനെ നമ്മൾ മുകളിലേക്ക് എത്തിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതെന്ത് ചെയ്യുന്നു, സൂം ആവുന്നു. ഇനി അതേ സമയത്ത് എനിക്കിത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാനിതിനെ സൂം ഔട്ട് ആക്കുന്നു, അതായത് സൂം വീൽ ഡൗൺ. അപ്പോൾ ഇതിനെ സൂം ഔട്ട് ആക്കുന്നു. അപ്പോൾ സൂം ഇൻ, സൂം ഔട്ട്. മൗസ് വീൽ അപ്പ് ചെയ്താൽ സൂം ഇൻ ആവും, മൗസ് വീൽ ഡൗൺ ചെയ്താൽ സൂം അപ്പ് ആവും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഫസ്റ്റ് വേയിൽ നമുക്ക് ബ്ലെൻഡറിൽ നാവിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് സൂം ഔട്ടും പഠിച്ചു, സൂം ഇന്നും പഠിച്ചു. വളരെ കൺഫ്യൂസിങ് ആണെന്ന് വിചാരിക്കേണ്ട സൂം ഇന്നും സൂം ഔട്ട്. ഇതൊന്നും കണ്ട് നിങ്ങൾ പഠിക്കണ്ട കേട്ടോ, ഇതൊക്കെ പഠിക്കാം. അപ്പോൾ ഇനി നമുക്ക് സൂം ഇന്നും സൂം ഔട്ടും മാത്രമല്ല ഒരു 3Dയിലുള്ളത്. ഇനി നമുക്ക് റൊട്ടേഷൻസ് അതുപോലെ തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ റൊട്ടേഷൻ നോക്കാം. നിങ്ങൾക്ക് മൗസ് ബട്ടണിൽ നമ്മൾ എന്ന് വെച്ചാൽ മൗസ് സ്ക്രോൾ വീലിൽ ഒരു ബട്ടൺ ഉണ്ട്. സ്ക്രോൾ വീൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അകത്തേക്ക് അമർത്തി നോക്കി, സ്ക്രോൾ വീൽ മൂവ് ചെയ്യാതെ അകത്തേക്ക് ഒന്ന് അമർത്തി നോക്കിയാണ്, അതായത് മിഡിൽ എന്ന് പറയും അതിനെ. ഈ മിഡിൽ ബട്ടൺ നമ്മൾ നീക്കുന്നതിനനുസരിച്ച് നമുക്ക് നാവിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾ പഠിച്ചെടുക്കുക. ഇത് കുറച്ച് ടഫാണ്, അപ്പോൾ നാവിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യത്തിന് മൗസിനെ പറ്റിയൊക്കെ അറിയാവുന്ന ആളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതുപോലെ നാവിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സൂം ഇന്നും സൂം ഔട്ടും പഠിച്ചു, നാവിഗേഷനും പഠിച്ചു. ഓക്കെ, റൊട്ടേഷൻ്റെ നാവിഗേഷൻ പഠിച്ചു. അപ്പോൾ സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ആൻഡ് റൊട്ടേറ്റ്, ഇത്രയും നമ്മൾ പറഞ്ഞു. നിങ്ങൾ ഓൾറെഡി സ്ക്രീനിൽ കാണുന്ന ആ ഒരു മൗസ് കൂടെ വരുന്നില്ല, ഞാൻ വട്ടോട്ട് കാണിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാണുക കേട്ടോ. ഓക്കെ, സൂമിനും പഠിച്ചു, ഇതും പഠിച്ചു. ബേസിക്കലി ഒരു 3D ആർട്ടിസ്റ്റിന് ആവശ്യമുള്ളത് ഈ 2 ടൂൾസാണ്. അതായത് 3D വ്യൂ പോർട്ടിൽ നാവിഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി ആവശ്യമുള്ള 2 എണ്ണമാണ് നമ്മൾ മിഡിൽ മൗസ് ബട്ടണും പിന്നെ ഉള്ളത് സ്ക്രോൾ വീലും പിന്നെ ഉള്ളത് സെലക്ഷൻസ് ആണ്. സെലക്ഷൻസ് ബേസിക്കലി വരുന്നത് നിങ്ങളുടെ ലെഫ്റ്റ് മൗസ് ബട്ടണിലാണ്. അതായത് ലെഫ്റ്റ് മൗസ് കണ്ടില്ലേ, ലെഫ്റ്റ് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വൈറ്റ് നിറം വരുന്നുണ്ടല്ലേ. അപ്പോൾ അത്തരത്തിൽ ലെഫ്റ്റ് മൗസ് ബട്ടൺ ആണെങ്കിൽ ഇത് സെലക്ട് ആവും. ഇപ്പോൾ ഞാൻ ഈ ക്യൂബ് സെലക്ട് ആക്കിയിരിക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അവിടെ മഞ്ഞ നിറം വന്നത്? കാര്യം ആ ഒബ്ജക്റ്റ് ഇപ്പോൾ ആക്റ്റീവ് സെലക്ഷനിലുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ആ ഒബ്ജക്റ്റിനെ ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്, ഒബ്ജക്റ്റിനെ ഞാൻ മാറ്റിയിട്ടില്ല. ഒബ്ജക്റ്റിനെ മാറ്റാനായിട്ട് നിങ്ങൾ ഒരു ഒബ്ജക്റ്റും ഇല്ലാത്തടത്തേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് മാറിക്കോളും. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാണ്, നമ്മൾ ഈ ക്യൂബിലേക്ക് ക്ലിക്ക് ചെയ്ത സമയത്ത് ഇവിടെ എന്തുകൊണ്ട് നീല കളർ വന്നു എന്ന് നിങ്ങൾക്കൊരു സംശയം വരും. നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ വന്നതിന് കാര്യം നമുക്ക് 2 കാര്യങ്ങൾ അവർ കാണിച്ചു തരുന്നുണ്ട്. ബ്ലെൻഡർ നമുക്കായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം,
ഒരു ഒബ്ജക്റ്റ് ആക്റ്റീവ് സെലക്ഷനിലാണ് എന്നുണ്ടെങ്കിൽ അതിൽ കാണിക്കുന്നത് ഇവിടുത്തെ മഞ്ഞ കളറും ഔട്ട്ലൈനറിലെ നീല കളറുമാണ്. ആ ക്യൂബ് എന്ന ഒബ്ജക്റ്റിൽ നമുക്ക് വ്യൂ പോർട്ടിൽ, അതായത് ഈ 3D, ഇതിനെ 3D വ്യൂ പോർട്ട് എന്ന് വിളിക്കണം. ഈ 3D വ്യൂ പോർട്ടിൽ നമുക്ക് മഞ്ഞ നിറത്തിലും ഇതിനെ ഔട്ട്ലൈനർ എന്ന് വിളിക്കുന്നു. അതായത് ഒബ്ജക്റ്റുകളെ നമുക്ക് കാണാൻ, ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ഇതൊന്നും ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമേ അല്ല, നിങ്ങൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു ഭാഗത്ത് ഇതൊന്ന് ഓർമ്മിച്ച് വയ്ക്കുക, അത്രേ ഉള്ളൂ. ക്യൂബ് കാണാൻ പറ്റും. ഈ ക്യൂബ് നീലയാണ്. അപ്പോൾ കാര്യം അത് സെലക്റ്റഡാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഇതെന്താണ് മുകളിൽ ക്യാമറയിൽ ലൈറ്റ് വന്നു. അപ്പോൾ അത് നമ്മൾ പഠിക്കാം. ലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് ലൈറ്റ്. സൂം ചെയ്ത് നോക്കി വേണമെങ്കിൽ ഇതാണ് ലൈറ്റ്. നമ്മളുടെ 3D, ഞാൻ ഓൾറെഡി ഒരു കാര്യം പറയാം, നമ്മളുടെ നമ്മുടെ വേൾഡ്, നമ്മുടെ എർത്തും നിങ്ങളൊരു ലോകം ഉണ്ടാക്കുകയാണ്. അതായത് നമുക്ക് ഓൾറെഡി ഗോഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു വേൾഡിൽ നമ്മൾ ഈ ബ്ലെൻഡർ എന്നൊരു ആപ്ലിക്കേഷനിലൂടെ അല്ലെങ്കിൽ 3D വ്യൂയിലൂടെ നമ്മൾ നിങ്ങളുടേതായ ലോകം സൃഷ്ടിക്കുകയാണ്. ഈ ഒരു കാണുന്ന ഒരു ലോകമാണ്. ഈ ലോകത്ത് ഗ്രിഡുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഈ ലോകത്തിൽ ഗ്രിഡുണ്ട്, കുറേ വരയുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വരുന്ന ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിലെ സണ്ണാണെന്ന് കരുതുക. ഈ ക്യാമറ എന്ന് പറയുന്നത് നമ്മളാണെന്ന് കരുതുക. ഈ ക്യൂബ് എന്ന് പറയുന്നത് നമ്മളുടെ ലോകത്ത് കാണുന്ന വസ്തുവായിട്ട് കണക്കാക്കുക. ഇത് മൂന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്ത് നോക്കുക. സൂര്യൻ ലൈറ്റായി, ക്യൂബ് നമ്മുടെ ലോകത്തുള്ള ഒരു വസ്തുവായി മാറി, ക്യാമറ നമ്മളായി മാറി. ബേസിക്കലി നമ്മൾ എങ്ങനെ ലോകത്ത് ജീവിക്കുന്നു അതുപോലെ നമുക്ക് അനിമേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതുപോലെ ഒരു 3D ലോകം നമുക്ക് ഉണ്ടാക്കിയെടുത്തൂടെ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നാവിഗേഷൻ വരുന്നത്. ഇനി കുറച്ച് എക്സ്ട്രാ ഹോട്ട് കീസുകളുണ്ട്. അതായത് നമുക്ക് ഇവിടെ കുറച്ച് ടൂൾസ് ഉണ്ട്. പക്ഷേ ഈ ടൂൾസ് വെച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല സമയത്തും ടൈം സേവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ ഹോട്ട് കീസ് നേരിട്ട് പഠിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക, നിങ്ങൾക്ക് വഴിയെ പഠിപ്പിക്കാം. അപ്പോൾ ഈ ക്യൂബിൻ്റെ ബ്രെഡ്ത്തും ലെങ്തും എത്രയാണ് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ? ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ നോക്കണ്ട, ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്യാണ്. ഓക്കെ, നോക്കിക്കോളാം. ഇത് കുറച്ച് ടഫാണ്. നോക്കിയോ, നമ്മൾ പല സമയങ്ങളിൽ നമുക്ക് ഓക്കെ, നിങ്ങൾക്ക് പലപ്പോഴും അറിയാമല്ലോ ഇതിൻ്റെ എങ്ങനെ കണ്ടില്ലേ, ഇത് എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്? 2 മീറ്ററാണ്. കണ്ടില്ലേ, ഈ ഒരു ക്യൂബിൻ്റെ ലെങ്ത് 2 മീറ്ററാണ്, ബ്രെഡ്ത്തും 2 മീറ്ററാണ്. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? ഇതൊരു സ്ക്വയർ അല്ലേ? അതെ, ഇതൊരു സ്ക്വയറാണ്. കണ്ടില്ല? അപ്പോൾ ലെങ്ത് 2ഉം ബ്രെഡ്ത്ത് 2ഉം ഉള്ള ഒരു സ്ക്വയർ. അപ്പോൾ 6 സ്ക്വയർ ചേരുന്നതാണ് ഒരു ക്യൂബ്. അപ്പോൾ 2 മീറ്റർ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ഏരിയ 4ആണ് അല്ലേ? ഈ ഒരു ക്യൂബിൻ്റെ ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ, അതായത് ഈ ഒരു ഞാൻ പേസ് ഔട്ട് നോക്കിക്കോളാം, ഞാൻ കാണിച്ചു തരികയാണ്. ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ 4ആണ്. മീൻസ് നിങ്ങൾ നോക്കുമെന്ന് നോക്കിയോ, ഈ ഒരു സ്ക്വയർ, ഈ ഒരു ബേസിക് സ്ക്വയറിൻ്റെ ഏരിയ 4ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ ഇങ്ങനെ വന്ന് നിങ്ങൾക്ക് സംശയം കാണും. ഇത് നമ്മുടെ എക്സ് ആക്സിസ്, അതായത് ബേസിക്കലി ഒരു പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് ഒരു പെർഫെക്റ്റ് വ്യൂ പോയിൻറ്റ് സെറ്റ്, അതായത് ഒരു വ്യൂ പോയിൻറ്റ്, ഒരു പെർഫെക്റ്റ് വ്യൂ പോയിൻറ്റ്. അപ്പോൾ എക്സിലെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എക്സിലെ വ്യൂ പോയിൻറ്റ് കിട്ടും, വൈ ഇട്ടാൽ വൈ വ്യൂ പോയിൻറ്റ് കിട്ടും, ഇസഡ് അടിച്ചാൽ ഇസഡ്, ടോപ്പാണ് ഇസഡ് കേട്ടോ, നെഗറ്റീവ് വൈ, നെഗറ്റീവ് എക്സ്, നെഗറ്റീവ് ഇസഡ്, മനസ്സിലായില്ലേ? അങ്ങനെയാണ്. അപ്പോൾ ഈ ക്യാമറയും നിങ്ങൾ തൽക്കാലം ഒന്നും പഠിക്കേണ്ട, നിങ്ങൾ പതുക്കെ പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാമറയിൽ ലൈറ്റിങ് നമ്മൾ അവസാനം നോക്കുക. അപ്പോൾ നമുക്കിനി കുറച്ച് ഈ ഒരു ക്യൂബിനെ ചുമ്മാ വെച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നിങ്ങൾ വേൾഡ് ആവും ഇല്ല. നമുക്ക് ആദ്യം തന്നെ കുറച്ച് ടൂളുകളെ പറ്റി പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഇത് എങ്ങനെ വലുതാക്കാമെന്നുള്ളതാണ്. ഇത് വലുതാക്കാനായിട്ട് നിങ്ങൾക്കൊരു ടൂളുള്ളത് നോക്കിക്കോളട്ടെ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, എസ് ആണ്, അതായത് സ്കെയിലിൻ്റെ എസ് അടിച്ച് നിങ്ങൾ ചെറുതായിട്ടൊന്ന് മൗസ് ഇങ്ങനെ ആക്കി നോക്കി, കണ്ടില്ലേ വലുതാവുന്നുണ്ടല്ലേ? അത് വലുതായി അത് നിങ്ങൾക്കിത് ഇത് വേണ്ട, ഈ ഒരു സ്കെയിൽ ശരിയല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൗസിൽ റൈറ്റ് ക്ലിക്ക് അടിച്ച് അതങ്ങ് കളയുക. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സ്കെയിൽ ശരിയായെന്നുണ്ടെങ്കിൽ അതങ്ങ് റൈറ്റ് ക്ലിക്ക് അടിച്ച് ലെഫ്റ്റ് ക്ലിക്ക് അടിച്ച് സെറ്റാക്കുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും, കണ്ടില്ലേ? ഒന്ന് കാണിച്ചിരുന്നാണ്ട് ഇവിടെ ആയിട്ട്, അതായത് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. കണ്ടില്ലേ നമ്മൾ എത്രയാണ് സ്കെയിൽ ചെയ്തേക്കുന്നത്? ഓക്കെ, ഞാനിപ്പോൾ ഒരു 2 സ്കെയിൽ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു മീറ്ററിലാണ് സ്കെയിൽ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ 2 സ്കെയിലാക്കണം, എസ് 2 എന്നാക്കാം. അപ്പോൾ നിങ്ങൾക്ക് 2 കിട്ടുമ്പോൾ കണ്ടില്ലേ, എല്ലാവരും നോക്കിയേ 2ആണ്, കണ്ടില്ലേ? എക്സ് 2, വൈ 2, ഇസഡ് 2. അപ്പോൾ 3 ആക്സിസിലേക്കും പ്രിൻസിപ്പിളാക്കിയാണ് നമ്മൾ സ്കെയിൽ ചെയ്തത്. ഓക്കെ, സോറി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് ക്ലിക്ക് അടിച്ച് അതിനെ അങ്ങ് വിടുക. അപ്പോൾ നിങ്ങൾക്കൊരു 2, അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഇതിൻ്റെ ഒരു സൈഡിലെ ലെങ്ത് എത്രയായി കാണുമെന്ന്. ബേസിക്കലി 4ആയി കാണും അല്ലേ? നമുക്കറിയാം 4ആയി കാണും. അത് നോക്കട്ടെ, സോറി. ഓക്കെ, കണ്ടല്ലേ 4ആയി. കാര്യം നമ്മൾ 2ആയിട്ട് അതിനെ ഇരട്ടിപ്പിച്ചു.
ഓക്കെ, അത് മനസ്സിലായില്ലേ? ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ എസ് ഓർത്ത് വയ്ക്കുക, അത് മറക്കാനുള്ളതല്ല, അത് ഓർക്കാൻ വേണ്ടി പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ഒബ്ജക്റ്റിനെ നമുക്ക് ഇങ്ങനെ മാത്രമല്ല സ്കെയിൽ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മൾ 3 ആക്സിസിനെയും ബേസ് ആക്കി, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് ആക്കിയാണ് നമ്മൾ 3 ആക്സിസിനെയും ബേസ് ആക്കി എടുത്തുകൊണ്ടാണ് നമ്മൾ സ്കെയിൽ ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരൊറ്റ അടിക്ക് എസ് അടിച്ചങ്ങ് സ്കെയിൽ ചെയ്തു. അപ്പോൾ അതേ അവസരത്തിൽ നമുക്കിനി പല ആക്സിസുകൾ ബേസ് ആക്കി എടുക്കാം. എസ് ഇസഡ് ആക്സിസ് വേണേൽ ബേസ് ആക്കി എടുക്കാം, എക്സ് ആക്സിസ് വേണേൽ എടുക്കാം, വൈ ആക്സിസ് വേണേൽ എടുക്കാം. അപ്പോൾ ഞാൻ അതിന് ഇസഡ് ആക്സിസ് എടുക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ് അടിച്ചിട്ട് ഇസഡ് ആക്സിസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇസഡ് അടിക്കുക, കാണാൻ പറ്റും. ഇവിടെ എഴുതി കാണിക്കുന്ന വായിച്ചു നോക്ക്. സ്കെയിൽ ഇത്ര എലോങ് ഗ്ലോബൽ ഇസഡ് എന്ന് വിളിക്കാം. ഓക്കെ, ഇത് കാണാൻ പറ്റുന്നത് ഇസഡ് ആക്സിലേക്ക് മാത്രം സ്കെയിൽ ആവുന്നുണ്ടല്ലേ. അതായത് ഇസഡ് ആക്സിലേക്ക്, അതായത് ടോപ്പ് ഭാഗത്തേക്ക്, അതായത് താഴെ മുകളിലുള്ള 2 ഫേസുകൾക്ക് മാത്രമാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്തിലാണോ ബ്രെഡ്ത്തിലാണോ വ്യത്യാസം ഉണ്ടാകുന്നത്? അതിൻ്റെ ലെങ്തിലാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. അതിൻ്റെ ബ്രെഡ്ത്ത് നോർമൽ ഫോമിൽ എല്ലായ്പ്പോഴും ഒരുപോലെ തന്നെ ഇരിക്കും. ഇത് ഞാൻ നോർമലി എസ് ഇസഡ് 2ലേക്ക് വിടുന്നു. ഇതാ ഇതുപോലെ ഒരു ക്യൂബായി. ഇനി എസ് ഒയ്യും അതുപോലെ ചെയ്തൂടെ? എസ് ഒയ് 2 ആക്കുന്നു. ഇവിടെ കണ്ടൂടെ? സ്കെയിൽ 2 എലോങ് ഗ്ലോബൽ വൈ. ഓക്കെ, ഇനി എസ് എക്സ് 2 ആക്കുന്നു. ഇപ്പം എന്ത് മനസ്സിലായി? ഇത് വീണ്ടും ഒരു ക്യൂബായി മാറി. അപ്പോൾ നമ്മൾ ആദ്യം സ്കെയിൽ ചെയ്തതാണോ ഇതാണോ തുല്യം? രണ്ടും തുല്യമാണ്. അതായത് നമ്മൾ ആദ്യം സ്കെയിൽ ചെയ്തത് 3 ആക്സിസിനെയും പ്രിൻസിപ്പൽ ആക്സിസായി എടുത്തെടുത്താണ്. അടുത്താണ് നമ്മൾ സ്കെയിൽ ചെയ്തത് എങ്ങനെയാണ്? ഓരോ ആക്സിസിനെയും ബേസ് ആക്കി എടുത്താണ്. പക്ഷേ അവിടെ നമ്മൾ 3 ആക്സിസും 2 വെച്ച് കൂട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ വീണ്ടും അത് കറക്റ്റ് ഒരു ക്യൂബായി മാറി, ഒരു പെർഫെക്റ്റ് ക്യൂബായി മാറി. ഇനി നമ്മൾ ഇതിനെ എസ് വെച്ച് 2 സ്കെയിൽ ചെയ്യുമ്പോൾ അത് വീണ്ടും വലുതാവും. അപ്പോൾ അതിൻ്റെ 3ഇടത്തെയും ഇസഡും ഒയും എക്സും മാറുന്നുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്താലും അത് തന്നെ. ഇനി നിങ്ങൾക്ക് ഒരു ഡിഫറൻറ്റ് ഇട്ട് കാണിച്ചത്. ഇപ്പോൾ എസ് ഇസഡ് 9, സോറി 9 വേണ്ടത് കുറച്ച് കൂടെ പോയി, 2, എസ് എക്സ് 1, എസ് ഒയ് ഒരു 4. കണ്ടില്ലേ? ഇപ്പോൾ വലിയ ക്യൂബായില്ലേ ഇത്, അല്ലേ? ഇപ്പോൾ നമ്മളൊക്കെ പറഞ്ഞ പോലെ ഇതൊരു പെർഫെക്റ്റ് ക്യൂബാണോ? ഈ സ്ക്വയറിൻ്റെ ഏരിയയും ഈ സ്ക്വയറിൻ്റെ ഏരിയയും ഈ സ്ക്വയറിൻ്റെ ഏരിയയും ഒന്നും തുല്യമല്ല. അതെല്ലാം ഇപ്പോൾ ഒരു റെക്റ്റാങ്കിളായിട്ട് മാറി, അല്ലേ? എങ്ങനെ റെക്റ്റാങ്കിളാണെന്ന് പറയാതെ ഞാനിപ്പോൾ നെഗറ്റീവ് എക്സിലേക്ക് പോവുകയാണ്. അതായത് എക്സ് ഡാഷ് അതിലോട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് നോക്കിക്കോളാം. ഈ ഒരു ഫേസ് എന്ന് പറയുന്ന എന്താണ്? ഈ ഫേസിൽ ഇതാ ലെങ്തും ഉണ്ട് ബ്രെഡ്ത്തും ഉണ്ട്. ഇതാണ് കേട്ടോ ബ്രെഡ്ത്തും ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെങ്തിലും ഈ ഒരു ബ്രെഡ്ത്തിലും എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഈ ഒരു ലെങ്തിലും ഈ ഒരു ബ്രെഡ്ത്തിൻ്റെയും ഇപ്പോൾ എന്താണ്? റെക്റ്റാങ്കിളാണ്. നേരത്തെ ഇതൊരു സ്ക്വയർ അല്ലായിരുന്നോ? നേരത്തെ ഒരു സ്ക്വയർ ആയിരുന്ന വസ്തു ഇപ്പോൾ എങ്ങനെ ആയ റെക്റ്റാങ്കിൾ? നമ്മളതിൻ്റെ പല പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നും പല അളവിലല്ലേ നീക്കി കൊടുത്തത്, അല്ലെങ്കിൽ അതൊരു സ്ക്വയറായി മാറിയേനെ, അല്ലേ? അതാണ് സംഭവം. അപ്പോൾ നമുക്കിനി ഈ ഒരു ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്യണം. എന്ത് ചെയ്യും? ബേസിക്കലി ഡിലീറ്റ് അടിക്കാം, എന്നാൽ കംപ്ലീറ്റ് ആയിട്ടങ്ങ് പോകും, അല്ലേ? ഡിലീറ്റ് കീ. അല്ലെങ്കിൽ എക്സ് ഞാൻ എങ്ങനെ തിരിച്ചുകൊണ്ടെന്ന് അറിയണ്ടേ? കൺട്രോൾ ഇസഡ്, അതായത് അല്ലെങ്കിൽ എഡിറ്റിൽ ഉണ്ടോ നോക്കിയോ, ഇവിടെ നോക്കിയോ, കൺട്രോൾ ഇസഡ് കണ്ടില്ലേ? അത് പോയാണ്ടല്ലേ. ഇനി കൺട്രോൾ ഷിഫ്റ്റ് ഇസഡും ഉണ്ട്, കൺട്രോൾ ഇസഡും ഉണ്ട്, കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഇസഡ്, അതായത് കൺട്രോൾ ഇസഡും ഉണ്ട്, കൺട്രോൾ ഷിഫ്റ്റ് ഇസഡും ഉണ്ട്. കൺട്രോൾ ഷിഫ്റ്റ് ഇസഡ് എന്ന് പറഞ്ഞാൽ റീഡോ, അല്ലെങ്കിൽ ഇവിടെ പോയാൽ റീഡോയോ ഉണ്ടല്ലേ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് കൺട്രോൾ ഇസഡ്, കൺട്രോൾ ഷിഫ്റ്റ് ഇസഡ് അതൊന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗമുള്ളതാണ്. ഇനി ഡിലീറ്റ് ചെയ്യാനായിട്ട് എക്സ് അടിക്കുക, അല്ലെങ്കിൽ ഡിലീറ്റിലോട്ട് പോവുക. അപ്പോൾ ഞാൻ എക്സ് അടിച്ചാണ് സാധാരണ ഡിലീറ്റ്. നമ്മൾ ഡിലീറ്റിലേക്ക് നമ്മളെ കൈ കൊണ്ടുപോകുന്ന സമയം നമുക്ക് എക്സിൽ ഇത് ചെയ്യാം. ഓക്കെ, എക്സ് ഡിലീറ്റ് എന്ന ചോദിക്കും, അതങ്ങ് ഡിലീറ്റ് കൊടുക്കുക. പോയില്ലേ? ഇവിടെ നമുക്ക് എന്തോ ഇവിടെ ഇരുന്ന ക്യൂബിനെ, അതായത് കൺട്രോൾ ഇസഡ് അടിച്ച് നോക്കിയോ, കണ്ടില്ലേ? ഇവിടെ ആ ക്യൂബ് ഇപ്പോൾ വരെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്തപ്പോൾ ആ ക്യൂബ് ആ ഔട്ട്ലൈനറിൽ നിന്ന് പോയി, അതവിടെ നിന്ന് പോയി. ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതവിടെ നിന്ന് പോയി. ഇനി നിങ്ങൾക്ക് എങ്ങനെ ആ ക്യൂബിനെ തിരിച്ചുകൊണ്ടുവരാം? കൺട്രോൾ ഇസഡ് എന്നൊരു മാത്രമല്ല നമ്മൾ പറയാൻ പോകുന്നത്, നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെ ബ്ലെൻഡറിൽ ആഡ് ചെയ്യാമെന്നാണ്. ഷിഫ്റ്റ് എ അല്ലെങ്കിൽ ആഡ് എന്ന ഓപ്ഷനിലൂടെയാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഷിഫ്റ്റ് എ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയില്ല കേട്ടോ, നോക്കണ്ട, ഞാൻ അത് ഓഫ് ചെയ്തില്ല, സോറി. അപ്പോൾ ഇത് മങ്കി വരെ നിങ്ങൾക്കുള്ളൂ, ഈ ഒരു മങ്കി വരെ നിങ്ങൾക്കുള്ളൂ ഷിഫ്റ്റ് അടിച്ച് കേട്ടോ. അല്ലെങ്കിൽ ഈ ആഡിലോട്ട് പോകുന്നതാണ് നല്ലത്. കണ്ടില്ലേ? മേഷ് കർവ് ഇതൊന്നും നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് സ്വല്പേ വരത്തുള്ളൂ കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒരു ഇത് വന്നതാണ്, ഇത് ഇത്രയും ഇല്ല. ഇത് ഞാനൊരു R1 എനേബിൾ ആക്കി ഇട്ടതാണ്, നിങ്ങൾ കാര്യമാക്കണ്ട. അതുപോലെ തന്നെ ഇതിൽ ടെക്സ്റ്റ്, ഇമേജ്, ലൈറ്റ് പ്രോബ്, ഫോഴ്സ് ഫീൽഡ്, അതായത് ഈ ഫോഴ്സ് ഫീൽഡിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോഴ്സ് ആഡ് ചെയ്യാം.
ഓക്കെ, ഇമേജ്, ഗ്രീസ് പെൻസിൽ, മെറ്റൽ ബോൾ, ഇതൊന്നും നമുക്ക് എന്താണെന്ന് അറിയില്ല. നമ്മൾ മേശിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മേശ്. അപ്പോൾ നിങ്ങൾ ഇതല്ല നോക്കേണ്ടത്, ഷിഫ്റ്റ് പ്ലസ് ആഡ്, അതാണ് ഷിഫ്റ്റ് എ. ഇവിടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നറിയില്ല, എന്നാലും ഒരു മങ്കി ആഡ് ചെയ്യാണ്. നോക്കാം മങ്കി ആവുമോ എന്നൊന്നും അറിയില്ല, നോക്കാം. മങ്കിയായി. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മങ്കിയുടെ രൂപം തോന്നും. പക്ഷേ ഇതിനെന്താ ഒരു വൃത്തിയില്ലല്ലേ, നമ്മൾ ഒറിജിനൽ മങ്കിയെ കാണുന്ന പോലെ അല്ല. വളരെ റൂഡായിട്ട്, വളരെ ഒട്ടും വൃത്തിയില്ലാത്ത രീതിയിലുള്ളൊരു മങ്കിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ബ്ലെൻഡറിൽ ഓട്ടോ ജനറേറ്റ് ആയിട്ട് വരുന്ന കുറച്ച് ഇതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, പ്ലെയിൻ ഉണ്ട്, ഇതുപോലെ തന്നെ ക്യൂബുണ്ട്, ഇതുപോലെ തന്നെ സർക്കിളുണ്ട്, അതുപോലെ തന്നെ യു വി സ്പിയർ ഉണ്ട്, ഇതുപോലെ തന്നെ സ്പിയർ ആട്ടോ, ഇത് ഐക്കോസ്പിയർ യു വി സ്പിയറിൻ്റെ ചെറുതായിട്ട് വെർട്ടെക്സ് കുറച്ചതാണ്. പിന്നെ അത് നോക്കണ്ട നിങ്ങൾ, സിലിണ്ടറുണ്ട്, കോണുണ്ട്, ടോറസ് ഉണ്ട്, ഗ്രിഡുണ്ട്, മങ്കിയുണ്ട്. മങ്കി നല്ല രസമില്ലേ കാണാൻ. ഇതിനെ സ്മൂത്ത് ചെയ്യാനായിട്ട് നമ്മൾ അതിപ്പോഴേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതങ്ങ് പോകും. ഇപ്പോൾ ഞങ്ങൾക്ക് സ്മൂത്ത് ചെയ്ത് കാണിച്ചു തരാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ അങ്ങനെയല്ല. സ്മൂത്ത് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഈ ഒരു മങ്കിയെ പറ്റി പറയാനും പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എഡിറ്റ് മോഡ്, നമ്മുടെ ബ്ലെൻഡറിൽ ഇതാണല്ലോ ഒബ്ജക്റ്റ് മോഡ്. ഇതെന്താ ഒബ്ജക്റ്റ് മോഡ്? നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ ബേസിക്കലി മൂവ് ചെയ്യുക, അല്ലെങ്കിൽ സ്കെയിൽ ചെയ്യുക, അല്ലെങ്കിൽ അത് റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് റൊട്ടേഷൻ ഇതുപോലെ തന്നെ 6 റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. 6 അടിച്ചാൽ മതി, 6. നിങ്ങൾക്ക് ഒരു പ്രിൻസിപ്പൾ ആക്സിസിനെ ബേസ് ചെയ്താണെങ്കിൽ ഇപ്പോൾ 6 എക്സ് അടിച്ചാൽ ഇത് എക്സ് ആക്സിലേക്ക് റൊട്ടേറ്റ് ആവും. 6 ഒ അടിച്ചാൽ ഒ ആക്സിലേക്ക് റൊട്ടേറ്റ് ആവും. 6 ഇസഡ് അടിച്ചാൽ ഇസഡ് ആക്സിലേക്ക് റൊട്ടേറ്റ് ആവും. ഇനി 2 തവണ 6 അടിച്ച് നോക്കിയാൽ നിങ്ങൾ ഇതുപോലെ മൂവ് ആക്കാൻ. ഇതിന് പക്ഷേ ആക്സിസ് ഇല്ല, കണ്ടില്ലേ? ഇതിന് പ്രത്യേകിച്ച് ആക്സിസ് ഇല്ല, പക്ഷേ സ്നാപ്പ് ഉണ്ട്, കണ്ടില്ലേ? നമുക്ക് ആക്സിസ് ഇല്ല ഇതിന്, കണ്ടില്ലേ? ഇതിങ്ങനെ മൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ റൊട്ടേഷൻ ചെയ്യാം. പിന്നെ ബാക്കിയുള്ളത് ഇത്രയാണ് നമുക്ക് മൂവ്, റൊട്ടേറ്റ്, സ്കെയിൽ. ഇത് ബേസിക്കലി പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു വളരെ റൂഡായിട്ടുള്ള ഈ ഒരു മങ്കിയെ നെക്സ്റ്റിൽ നമുക്ക് കുറച്ച് സ്മൂത്ത് ആക്കി, കുറച്ച് സ്മൈലി ആക്കി, കുറച്ച് നല്ലവണ്ണം ആക്കി എടുക്കണം. അപ്പോഴേ അപ്പോൾ ആണല്ലേ, ഇവിടെ എഡിറ്റ് മോഡുണ്ട്, കണ്ടില്ലേ? ഇതൊന്നും നമുക്ക് പഠിക്കേണ്ടതല്ല. എഡിറ്റ് മോഡോടൊന്നും പോകണം, കണ്ടില്ലേ? ഇത്തരത്തിലിരിക്കും. സോ നമ്മൾ ഒബ്ജക്റ്റ് മോഡോട്ട് പോവാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നാവിഗേഷൻ പഠിച്ചു, അതുപോലെ തന്നെ കുറച്ച് ബ്ലെൻഡറിൻ്റെ ടൂൾസ് പഠിച്ചു, ഡിലീറ്റ് ചെയ്യാൻ പഠിച്ചു, മൾട്ടിപ്പിൾ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞില്ല, നമുക്ക് ഇനി വരുമ്പോൾ പഠിക്കാം. അപ്പോൾ ഇത്രയും മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബ്ലെൻഡർ ഡൗൺലോഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ബ്ലെൻഡറിനെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് നമുക്ക് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.